NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആവേശം വിതറി നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ വെള്ളയമ്പലം ജില്ലാ വ്യവസായ കേന്ദ്ര മേധാവി മുൻപാകെയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള MP ഭാഗവത് കിഷൻ റാവു കരാട് എന്നിവരുടെ സാന്നിധ്യം പത്രികാ സമർപ്പണ ചടങ്ങിന് രാഷ്ട്രീയ പ്രാധാന്യമേകി. മാർനല്ലൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സമാഹരിച്ചു നൽകിയ തുകയാണ് പത്രികയ്ക്കൊപ്പം കെട്ടിവെക്കാനായി ഉപയോഗിച്ചതെന്നത് ശ്രദ്ധേയമായി. സാധാരണക്കാരുടെ പിന്തുണ തനിക്കുണ്ടെന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് കൃഷ്ണദാസ് പത്രിക നൽകിയത്. കാട്ടാക്കടയിലെ ജനങ്ങളത് തെളിയിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കടയിലെ ജനങ്ങൾ BJPയെ ഒന്നാം സ്ഥാനത്തെത്തിച്ച് UDFനെയും LDFനെയും രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലേക്ക് തള്ളിമാറ്റുകയും പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയം ആവർത്തിച്ചു. സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വിജയം ആവർത്തിക്കും. നല്ല ഭൂരിപക്ഷത്തോടുകൂടി NDA ഇത്തവണ കാട്ടാക്കടയിൽ നിന്ന് വിജയിക്കും എന്ന കാര്യം യാതൊരു സംശയമില്ല. മാറാത്തത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ചെയർമാനായിട്ടുള്ള റെയിൽവേ പാസഞ്ചർ അമ്യൂണിറ്റീസ് കമ്മിറ്റിയിൽ എൻ്റെ കൂടെ 4 വർഷം പ്രവർത്തിച്ച ആളാണ്. ഇന്ന് എൻ്റെ എനിക്ക് നോമിനേഷൻ സമർപ്പിക്കാൻ എൻ്റെ കൂടെ വന്ന രാജസ്ഥാൻ മുഖ്യമന്ത്രി ശ്രീ ഭജൻലാൽ ശർമ്മജി. 4 വർഷം ഞങ്ങൾ ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. ഞാൻ ചെയർമാനായ കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ വന്നതിൽ അതിയായ സന്തോഷം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായും ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് പ്രേരണയും പ്രചോദനമാകും എന്ന കാര്യത്തിൽ സംശയം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കാട്ടാക്കട ജനങ്ങൾ മാറിയിരിക്കുന്നു. CPMനെയും കോൺഗ്രസിനെയും അവർ മടുത്തിരിക്കുന്നു. അവരാഗ്രഹിക്കുന്നൊരു മാറ്റം. കാട്ടാക്കടയിലെ സാധാരണക്കാരുടെ മക്കൾക്ക് അന്തസ്സോടുകൂടി ജീവിക്കും. അവരെ കൈകളിൽ തൊഴിലെത്താൻ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അതിന് സംരംഭങ്ങൾ ഉണ്ടാകണം. അങ്ങനെ സംരംഭങ്ങൾ വരണമെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ജനപ്രതിനിധികൾ ഉണ്ടാവണം. രാജ്യത്തിപ്പോൾ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിലുണ്ട്. വികസനവും ജനക്ഷേമവുമാണ് ആ ഗവൺമെൻറ് മുഖമുദ്ര. ഞങ്ങൾ നരേന്ദ്രമോദിജിയുടെ പ്രതിപുരുഷൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ കാട്ടാക്കടയിൽ ജനവിധി തേടുന്നത്. NDAയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. സ്വാഭാവികമായിട്ടും വാഗ്ദാനങ്ങൾ പാലിക്കാത്ത, സംസ്ഥാനത്തെ തകർത്ത പിണറായിയോടൊപ്പമല്ല കാട്ടാക്കടയിൽ ജനങ്ങൾ അണിനിരക്കാൻ പോകുന്നത്. വികസനവും ജനക്ഷേമവും മുഖമുദ്രയാക്കി നടപ്പാക്കി ഈ നാടിനെ ലോകത്ത് ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ ശ്രമിക്കുന്ന ഈ മോദിജിയോടൊപ്പം കാട്ടാക്കടയിലെ ജനങ്ങൾ അണിനിരക്കും. വികസിത കാട്ടാക്കട മോദിജിയോടൊപ്പം BJP NDAയോടൊപ്പം ആയിരിക്കും എന്നതിലെ സംശയം. BJP ജില്ലാ പ്രസിഡന്റ് മുക്കമ്പാലമൂട് ബിജു, BDJS ജില്ലാ പ്രസിഡന്റ് പരുത്തിപ്പള്ളി സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. നഗരത്തിൽ നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. GTV ന്യൂസ്, കാട്ടാക്കട.